ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 2016 എട്ട് വർഷത്തിന് അപ്പുറമാണ് ഒരു പ്രിൻ്റഡ് ബുക്കുമായിട്ട് ഞാൻ വരുന്നത് ഗൈസ്. അങ്ങനെ പ്രിൻ്റഡ് കൾച്ചറിൽ നോക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ബുക്കാണിത്. എന്തുകൊണ്ട് ഈ പുസ്തകം ഇപ്പോൾ വരേണ്ട കാര്യം എന്താണ് പുസ്തകങ്ങളുടെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഗൈസ് ഈ വീഡിയോയിലുള്ളത്. എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനൊരു സംഗതി. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്റ്റ് ചെയ്യുന്നുണ്ട്, ഭൂരിഭാഗം ആളുകൾക്ക് അത് കണക്റ്റ് ചെയ്യുന്നില്ല. അതിലെ കുറച്ച് എഴുത്തുകൾ ഒഴികെ ബാക്കി പലതും കണക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കണക്റ്റ് ആവാനുള്ള ഒരു സംഗതി കൂടി ആയിരിക്കും തോന്നുന്നു. പിന്നെ ഇപ്പോൾ മനുഷ്യരുടെ കാര്യമില്ല, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പറയുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയും കൂടിയാണ് അർജൻറ്റായിട്ട് എനിക്ക് സംഗതി ചെയ്യണം. അർജൻസി എന്ന് പറയാൻ പറ്റില്ല, അത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മൈൻഡിലുള്ളൊരു സംഗതി. ഞാൻ എന്തായാലും നമുക്കറിയില്ലേ, ടൈമായി എന്ന് തോന്നൂലേ, അപ്പോൾ ആ സമയത്ത് ചെയ്യുന്നതാണ് കേസ്. ഓഗസ്റ്റ് 17, 18, 19, 20, 21 തീയതികളിലായി സാഹിത്യ അക്കാദമി, തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള നടക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ പുസ്തകം ആളുകളിലേക്ക്, അതായത് ആ പുസ്തകത്തെക്കുറിച്ചൊരു കാര്യമായ ഒരു ചർച്ച അവിടെ വെച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് കേസ്. ഞാൻ ചർച്ച എന്ന് പറയുന്നില്ല, നമ്മളൊരു പാരലൽ യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ആളുകളായിട്ട് അങ്ങനെ പലപ്പോഴും കണക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ ആശയങ്ങളെ എൻ്റെ വേറെ പല കാര്യങ്ങളിലൂടെ, ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസിലൂടെ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ കയ്യിൽ നമ്മുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഫിലോസഫിക്കൽ പൊസിഷനിങ് ഉണ്ടല്ലോ, ആ ഒരു സാധനം ഇതിലൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു ജനറൽ പബ്ലിക്കിന് പലപ്പോഴും അത് കണക്റ്റ് ആവില്ല തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഓപ്പൺ മൈൻഡായിട്ട് ജീവിതത്തെ നോക്കിക്കാണുന്ന ആളുകൾക്ക്, കുറച്ചുകൂടി ജീവിതാനുഭവങ്ങളുള്ള ആളുകൾക്ക് ഞാൻ പറയുന്നത് കണക്റ്റ് ആവുന്നുണ്ട് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് അങ്ങനെയുള്ള യുണീക്കായിട്ടുള്ള കമൻസ്, റെസ്പോൺസുകൾ വരലുണ്ട്. അപ്പോൾ ആ ഒരു രീതി നോക്കുമ്പോൾ ഞാൻ കുറേ കാലമായിട്ട് പണിയെടുക്കുന്ന, ബോധപൂർവം ചൂസ് ചെയ്തിട്ടുള്ളതും അതിലേക്ക് എത്തിപ്പെട്ടതുമായ ഒരു മേഖല, രണ്ടും അതാണ് ആ ഒരു കോംപ്ലക്സിറ്റിയിൽ വരുന്ന മേഖലയാണ് എൻ്റെ എഴുത്ത് എന്ന് പറയുന്നത്, എൻ്റെ ആർട്ട് വർക്ക് എന്നുള്ളത് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഞാൻ എന്നെ പൊസിഷൻ ചെയ്യുന്നത് ഒരു എഴുത്തുകാരൻ രീതിയിൽ, ഒരു ആർട്ടിസ്റ്റ് രീതിയിൽ, ഒരു എൻട്രപ്രണർ എന്നുള്ള രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് കേസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൻ്റെത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത് എന്ന രീതിക്കാണ് ഞാൻ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണത്തേക്ക് വരാം. പൊതുവേ മലയാള സാഹിത്യത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നൊരു കാര്യം, ഞാൻ ഇന്നത്തെ പൊതുവിലുള്ള നിരൂപകരുടെ, സ്കോളേഴ്സിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളുടെ കാര്യം പറയുന്നത്. ഭൂരിഭാഗം ഞാൻ ആളുകളെ വിമർശിക്കുന്നതല്ല കേട്ടോ, നമ്മൾ ആശയങ്ങളോടുള്ളൊരു പ്രതികരണം എന്ന രീതിയിലാണ് പറയുന്നത്. എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡേഴ്സിനും ക്രിട്ടിക്സിനും അതേപോലെ തന്നെ സ്കോളേഴ്സിനും ഉള്ള ഒരു മെറ്റീരിയൽ എന്നുള്ള ലെവൽ തന്നെയാണ് ഞാൻ ഈ ബുക്ക് ഇറക്കുന്നത്. അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ധാരണയുണ്ട്. കാരണം ഇത് പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് മാത്രമല്ല, എൻ്റെ ഒരു തിയററ്റിക്കലായ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതിൻ്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിം എൻ്റെ മൈൻഡിലുണ്ട്. ആ ഒരു പൊസിഷനിങ് കൂടിയാണ് ഞാൻ എൻ്റെ ബുക്കിലൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഇന്നത്തെ പബ്ലിഷിങ്ങിൻ്റെ, പ്രിൻറ്റിങ്ങിൻ്റെ, ഭാഷയുടെ, ആശയങ്ങളുടെ ഒരു സ്ട്രക്ചറിനെ പൊളിച്ചുകൊണ്ട്, ഡീകൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു സാധനമായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന, ഞാൻ എഴുതി ഇതിൽ ഏറ്റവും ഉദാത്തമായ സംഗതിയാണ് നല്ലതായിട്ട് പറഞ്ഞു വരുന്നത്. ഞാൻ എൻ്റെ ബുക്കിനെ എങ്ങനെയാണ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത എന്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ള ഒരു സംഗതിയാണ് പറയുന്നത്. ഇതൊരു പ്രൊമോഷനും കൂടിയാണ് കേട്ടോ, അങ്ങനെ കൂടി കൊടുക്കുക. ഞാൻ എൻ്റെ സ്പേസിൽ നിന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അവരുടെ സംഭവം എന്താ വെച്ചാൽ, ഞാനിതൊരു പരീക്ഷണാടിസ്ഥാനത്തിലും കൂടി ആയിരിക്കും ഓഗസ്റ്റ് 17 സാഹിത്യ അക്കാദമിയിൽ ഒരു പാരലൽ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് ഈ സംഗതി ആളുടെ എത്തുന്നത്. വേണ്ടൊരു മാത്രം വാങ്ങിയാൽ മതി എന്നുള്ള ലെവലാണ്. മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതി അല്ലത്. അങ്ങനെ ആളുകളിത്, കുറേ ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സന്തോഷം, വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരെന്തായാലും വാങ്ങിയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റും. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഗൈസ് വേണ്ടവർ വാങ്ങിക്കോളും. അപ്പോൾ എൻ്റെ കുറേ വർഷത്തെ ഉള്ള ഒരു ചിന്തകളും സംഭവമാണ് ഇതിൽ വരണത്. ചുമ്മാ ഒരു ബുക്കായിട്ട് ഇറങ്ങുക എന്നുള്ളതല്ല.
ഞാൻ എന്ത് എഴുതിയാലും, ഞാനൊരു കവിത എഴുതിയാലും കഥ എഴുതിയാലും ലിറ്റററി ക്രിറ്റിസിസം എഴുതിയാലും ആർട്ട് ക്രിറ്റിസിസം എഴുതിയാലും നോവൽ എഴുതിയാലും ഞാനതിന് പോയട്രി എന്ന പേര് കൊടുക്കുള്ളൂ. അങ്ങനെയുള്ളൊരു മനുഷ്യരാണ്. എന്നെ സംബന്ധിച്ചോളം ജാക്ക് ഡെറിഡ എന്നുള്ളൊരു മനുഷ്യൻ സെൻ കഥകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ, അതുപോലെ ക്വാണ്ടം മെക്കാനിക്സ്, അതിൻ്റെ തിയറികളൊക്കെ എന്നെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാനിതിലേക്കുള്ളൊരു ലെവലിൽ നിന്നിട്ടാണ് ഈ സംഗതികൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരവസ്ഥ എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ ആളുകൾ സംസാരിക്കുന്നത് ഉള്ള സാമ്പ്രദായികമായ കുറേ സംഗതികളുണ്ടല്ലോ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഞാനൊരു മനുഷ്യൻ എന്ന ഒരാളെ കാണുന്നത്, മനുഷ്യർ എന്ന് കാണുന്നത് വേറൊരു കുറച്ച് ഡിഫറെൻ്റായ ഒരു രീതിയിലാണ്. മാത്രമല്ല ഞാൻ മനുഷ്യർ എന്നുള്ള അപ്പുറത്തേക്ക് നമ്മളൊരു ജീവബിന്ദു എന്നുള്ളൊരു ലെവലിലേക്കാണ് പല കാര്യങ്ങളും കാണും. പിന്നെ ഞാൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും പോയറ്റിക്കായ രീതിയിൽ മാറലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും പോയട്രി എന്ന ലെവലിൽ പറയുന്നത്. അപ്പം നമ്മുടെ ഒരു കൾച്ചർ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് സംസ്കാരം എന്നതിനെ, ചിന്തകൾ എന്നതിനെ, ആർട്ട് എന്നതിനെ, പോയട്രി എന്നതിനെ എങ്ങനെ കാണുന്നു, തിയറി എന്നതിനെ എങ്ങനെ കാണുന്നു, ഇത് ആളുകളുടെ ജീവിതവുമായി എത്രത്തോളം കണക്ട് ചെയ്ത് നിൽക്കുന്നു, അങ്ങനെയുള്ള രീതിയിലുള്ള കുറച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സംഗതി കൂടിയാണ് എൻ്റെ ഈ ബുക്കിലൂടെ ഞാൻ കാര്യമായിട്ട് വെക്കുന്നത്. എന്തായാലും പറഞ്ഞത് ഇതൊരു എക്സ്പ്ലോറേഷനാണ്. എനിക്ക് ഇതിൻ്റെ ഇതിൽ പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യാനും ഇതൊരു തീസീസ് എന്നുള്ള കോലത്തിലേക്ക് മാറ്റാനും റിസർച്ച് സംഗതിയായിട്ട് മാറ്റാനും ഒക്കെ ഉള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. അത് വളരെ പതുക്കെ എന്നല്ല, ഇനി കുറച്ച് അർജൻറ്റായിട്ട് ഇത്രയും കാലം കുറച്ച് പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് അർജൻറ്റായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നത്. അതാണ് ഇപ്പം ഞാനിതായിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. ടൈമായി. ഇന്ന് ഇതിൻ്റെ ഒരു സംഗതിയും ഇതിൽ കുറേ പ്രത്യേകതകളുണ്ട് ബുക്കിൽ. ഒന്നാമത്തെ കാര്യം, ഈ ഇതിൽ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാൻഡ് റിട്ടൺ രീതിയിലുള്ള അത് സ്കാൻ ചെയ്തിട്ടാണ് ബുക്ക് ഇറക്കണത്. അപ്പോൾ എൻ്റെ കൈപ്പടയിലാവുമായിരിക്കും നിങ്ങൾക്ക് എൻ്റെ എഴുത്തുകൾ വായിക്കാൻ പറ്റും. ഓക്കെ, സ്വാഭാവികമായിട്ട് രീതിയിൽ എന്ന് വെച്ചാൽ കവിതയ്ക്ക് സാധ്യതകൾ കുറവാണെന്നും കവിത കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നും കവിതയ്ക്ക് ആളുകളെ കാര്യമായി സ്വാധീനിക്കാൻ പറ്റില്ല എന്നും കവിതയ്ക്ക് ഇന്നത്തെ ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കിനെ കാര്യമായി പൊളിക്കാൻ പറ്റില്ല എന്നും അങ്ങനെയുള്ള കുറേ സംഗതികൾ പല മുഖ്യധാര നിരൂപകരും പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി കൂടിയാണ് എൻ്റെ ബുക്ക് കവിത എന്നുള്ള രീതിയിലാണ് ഞാൻ ഇറക്കുന്നത്. ഓക്കെ, പിന്നെ ഭാഷ, എന്താണ് ഭാഷ? പലരും ചിന്തിക്കുന്നത് ഇപ്പോൾ MT എഴുതുന്ന ഭാഷ, മലയാളം ഭാഷ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളം ഭാഷ. അപ്പോൾ ഈ മുഖ്യധാരയിലേക്ക് ഇങ്ങനെ ആളുകൾ എത്തിക്കാനുള്ളൊരു ശ്രമം പല ആളുകളുടെ ഇതുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ മുഖ്യധാര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വസ്ത്രധാരണം, ഇതാണ് സ്റ്റാൻഡേർഡ് വസ്ത്രധാരണം, ഇതാണ് സ്റ്റാൻഡേർഡ് ഭാഷ, ഇതാണ് സ്റ്റാൻഡേർഡ് ചിന്ത എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു എന്താ പറയുക, ഇതൊന്ന് കംപ്ലീറ്റ് ഡീവിയേറ്റ് ചെയ്ത് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഈ പെർസെപ്ഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഗതി കൂടിയാണ് എൻ്റെ ബുക്ക് ഗൈസ്. അപ്പോൾ ഇത് ഭാഷേനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ അതൊരു ഡീകൺസ്ട്രക്റ്റ് ചെയ്യുക, ഒരു ടെക്സ്റ്റിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്യുക, അതൊരു സംഗതിയാണ്. പിന്നെ ഇതിൽ അതായത് നമ്മൾ പണ്ട് സ്ക്രിപ്ചർ സംഗതികളൊക്കെ അല്ലേ, ഇപ്പോൾ എന്തിനു പറയുക മലയാളത്തിൽ ലിഖിതങ്ങളോ, ഇപ്പോൾ കല്ലിൽ ഇലയിൽ ഒക്കെ എഴുതി വെച്ചുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതിനൊക്കെ കുറേ ഇവോക്ക് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ബുക്കിൽ അവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വളരെ സ്കാറ്റേർഡായിട്ടാണ് സംസാരിക്കുന്നത്. ഫുള്ളായിട്ട് അങ്ങനെ പറയേണ്ട വിചാരിച്ചിട്ടാണ് ഇന്നേക്കിത് കുറച്ച് പറയുകയും വേണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ഡീകൺസ്ട്രക്റ്റീവ് പോയട്രി എന്നുള്ള രീതിയിലാണ് ഇറക്കുന്നത്. എക്സ്പ്രസീവ് റോബോട്ട് വാൽമാക്രി ഡീകൺസ്ട്രക്റ്റീവ് പോയട്രി. അതിലെ വാൽമാക്രി എന്നുള്ളത് മാത്രം മലയാളത്തിൽ, ബാക്കി ഫുൾ ഇംഗ്ലീഷിൽ. കണ്ടൻറ്റ് എൻ്റെ കൈപ്പടയിലുള്ള സംഗതി സ്കാൻ ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ടൊരു ബുക്കാക്കിയുള്ള സംഗതിയാണ് ഗൈസ്. ഇതിൽ ലുട്ടാപ്പിട, ആദ്യ രാത്രി, അതേപോലെ അങ്ങനെയുള്ള കുറച്ച് സംഗതികൾ നിങ്ങൾക്ക് കാണും. കുറച്ച് നിങ്ങൾക്ക് രസകരമായിട്ട് വായിക്കാൻ പറ്റുന്നതും നിങ്ങളെ ചിന്തയെ സ്വാധീനിക്കുന്നതും വേറൊരു ഫ്രെയിം വർക്ക്, തിയററ്റിക്കൽ ഫ്രെയിം വർക്ക്, അങ്ങനെയുണ്ട് ഇല്ലേ, എങ്ങനെയാവുമല്ലേ, അല്ലെങ്കിൽ ഇത് വേറൊരു സംഗതി, അങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന കാര്യമായി സീരിയസ് ആയ വായനക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറേ എഴുത്തുകളുണ്ട് ഗൈസ്. ചുമ്മാ ടൈം പാസിന് വേണ്ടി ഇത് വായിച്ചു പോകാവുന്നൊരു ബുക്കല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറേ കോപ്പീസ് അടിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ആളുകൾ സീരിയസ് ആയ വായനക്കാരുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ സംഗതി. കുറച്ച് പണിയെടുക്കാനുണ്ട് ഇത് വായിക്കുമ്പോഴേ. ഇതൊരു ആക്റ്റീവ് റീഡിങ്ങിനുള്ളൊരു സംഭവമാണ്, ചുമ്മാ പാസീവായിട്ട് വായിക്കാനുള്ളൊരു സംഗതിയല്ല. ആ സംഗതിയല്ല എന്നല്ല, അങ്ങനെയുള്ളവർക്ക് അത് ക്ലിക്കാവില്ല. അത് കുറച്ച് പണിയെടുക്കുന്നവർക്ക് ഉള്ള ഒരു സാധനമാണത്. അപ്പോൾ നമ്മൾ കവിതയിൽ പണിയെടുക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ കാര്യം, ഇത് അൺട്രാൻസ്ലേറ്റബിൾ ആണ് പലതും. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടാണ്. അപ്പോൾ പൊതുവേ അറിയാലോ, മലയാളത്തിൽ എഴുതിയൊരു സംഗതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണുള്ളത്. എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്.
ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് സന്തോഷമാവില്ല എന്നല്ല ഞാൻ പറഞ്ഞു ഈ ബുക്കിലെ സംഭവം എന്താ വെച്ചാൽ എൻ്റെ എഴുത്തുകൾ വായിക്കണമെങ്കിൽ എൻ്റെ ഭാഷ പഠിക്കട്ടെ. അതൊരു ഭയങ്കര ഒരു പൊസിഷനിങ് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു സംഗതി ഒരു ഗ്ലോബൽ പൊസിഷനിങ്ങിൽ വെക്കുകയാണ്. അതുപോലെ എൻ്റെ നാട്ടിലുള്ള ഭാഷ അല്ലെങ്കിൽ ഭാഷ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ, എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ, എനിക്ക് വളരെ തീക്ഷ്ണമായ അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. ഞാനതങ്ങനെ പലതും അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതിൽ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകളോട് പോലും പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പൊതുവേ എന്താ വെച്ചാൽ ആളുകൾ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് എല്ലാം പറയുന്നതാണ്. അല്ല, ചിലത് ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ നമ്മളതിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഇതിങ്ങനെയാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആലോചിക്കും അത് അങ്ങനെ തന്നെ ആവണം നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊരു സാധ്യതയില്ലേ? ഈ ഒരു ചിന്തയിൽ നിന്നാണ് എൻ്റെ വർക്കുകൾ വരുന്നത്. അപ്പോൾ ഈ വള്ളുവനാട് ഏരിയയിലുള്ള ഒരു വാമൊഴിയുടെ ഒരു സംഗതികളും അതേപോലെ സംസ്കാരം, കാളവേല, കൾച്ചർ അല്ലേ, റിച്വൽസ്, ഭാഷയുടെ നാട്ടുഭാഷ, നാടിൻ്റെ കുറച്ച് വൈബുകളും സംഗതികളും, ഒടിയൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും. അതേപോലെ വള്ളുവനാടിൻ്റെ ഒരു വൈബ്, എൻ്റെ വ്യക്തിപരമായ ഒരു യുണീക്ക്നെസ് ഈ സംഗതികളൊക്കെ ഇതിൽ കാണുന്നുണ്ടാവും. അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടാണെന്ന് പറഞ്ഞു, ആ ഒരു സംഗതിയിൽ വരും. അതുപോലെ പ്രിൻറ്റിങ്, ഒരു പ്രിൻ്റഡ് ബുക്ക് എന്നുള്ളതിൻ്റെ ഇത് ബുക്കേ അല്ല എന്ന് പലരും പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനുള്ള പണിയൊക്കെ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ബുക്കിൽ. അപ്പം അങ്ങനെ മൊത്തത്തിലുള്ള ഒരു സംഗതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. പിന്നെ അതിലെ തീമുകൾ എന്ന് പറഞ്ഞാൽ ഫ്രഷ്നെസ് എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ യുണീക്ക്നെസ് എങ്ങനെ കൊണ്ടുവരാമെന്നല്ല, നമ്മളായാൽ മതി, അത് തന്നെ യുണീക്ക് ആവില്ല. അപ്പോൾ ആ ഒരു സാധനമാണ് ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കും, ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്കത് വായിക്കുമ്പോൾ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്താവുമെന്ന് അറിയില്ല. പിന്നെ കവിത എഴുത്ത്, നമ്മൾ പറയില്ലേ കവിത എന്നുള്ള പേര് മനഃപൂർവ്വം ഇട്ടതാണ് കവിത എന്നുള്ള രീതി. ഇത് പലപ്പോഴും ഞാനൊരു ഫിലോസഫിക്കൽ ബുക്കായിട്ട് എഴുതണം എന്നൊക്കെയാണ് മുമ്പ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ വെച്ചാൽ ക്ഷമല്ലായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അറിയില്ല, ഞാൻ പ്രാക്ടിക്കൽ അല്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ പ്രാക്ടിക്കലി കുറേ പ്രശ്നങ്ങൾ പെട്ടെടുക്കുമ്പോൾ എനിക്ക് എഴുതാനുള്ള ഒരു ക്ഷമ കിട്ടില്ല. അപ്പോൾ ഞാനത് പോയട്ട രീതിയിൽ എഴുതുന്നു എന്ന് മാത്രം. അപ്പോൾ അത് ആരും സംസാരിച്ചിട്ടില്ലാത്ത കണ്ടൻറ്റ് എൻ്റെ ഇതിൽ തീമായിട്ട് വരുന്നുണ്ടായിരിക്കും. ആരും ഉപയോഗിച്ചില്ലാത്ത ശൈലി എൻ്റെ ഇതിൽ വരുന്നുണ്ടായിരിക്കും. പിന്നെ അതൊരു വളരെ യുണീക്കായിട്ടുള്ള എൻ്റേതായിട്ടുള്ളൊരു ഫിലോസഫിക്കൽ ഫ്രെയിമിലാണ് എൻ്റെ എഴുത്തുകളെ വിലയിരുത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ, പഠിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ ആൾക്ക്. മറ്റുള്ളവർക്കൊക്കെ ഇതെങ്ങനെയാണ് ആ സംഭവം. അപ്പോൾ പോസ്റ്റ് ഹ്യൂമനിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, അതേപോലെ കൾച്ചറൽ സ്റ്റഡീസിലെ വേറെ പല ധാരകൾ, വള്ളുവനാടിൻ്റെ കൾച്ചർ, വാമൊഴി, പ്രിൻറ്റിങ് എന്നത് എന്ത്, പ്രിൻറ്റിങ്ങിൻ്റെ പരിമിതികൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ഇവോക്ക് ചെയ്യപ്പെടും നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ. ഇതൊരു വളരെ വ്യത്യസ്തമായ റീഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. വായന എന്നതിനെ തന്നെ ഒരു ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയായിരിക്കും ബുക്കിൽ. അപ്പോൾ പരമാവധി പുതുമകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബുക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എൻ്റെ ഇതിലൊരു ആഗ്രഹം, പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ സാഹിത്യ അക്കാദമിയിൽ അവിടെ ഒരു ബുക്ക് അവിടെ വെച്ചിട്ട് ആൾക്കാർ ഇത് വായിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് ഇത് വായിക്കാൻ പറ്റില്ലല്ലോ ആളുകൾക്ക്. അപ്പോൾ എന്തായാലും ഒരു 100 കോപ്പി ഒരുമിച്ച് അടിച്ചിറക്കാനുള്ള പൈസയൊന്നും എൻ്റെ ഇല്ല. എൻ്റെ ഒരു 10 കോപ്പി അടിക്കാനുള്ള പൈസ തന്നെ പലപ്പോഴും പാടാണ്. കാരണം വേറെ കുറേ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒന്നുള്ള ഊർജ്ജമില്ല. മെയിൻ കാര്യം എനിക്ക് ഒറ്റയ്ക്കൊന്നും നടക്കില്ല. എങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കാൻ നടക്കും, പക്ഷേ ഇത് മാർക്കറ്റ് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ആലോചിക്കണത് ഈ ആളുകളുടെ റെസ്പോൺസ് കിട്ടണമെന്നുണ്ട്. ഇവർ ഇത് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വായിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഒരു അനുഭവം എന്താണെന്നൊക്കെ. അപ്പം ഒരു ബുക്ക് അവിടെ വെച്ചിട്ട് അവർ എക്സ്പീരിയൻസ് അതിൽ ഒരു 2 വരിയിലേനും കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഈ സാധനം പിന്നീട് കുറച്ച് പഠനങ്ങളും റെസ്പോൺസുകളും എല്ലാം കൂടി ചേർത്തിട്ട് വലിയൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യും ഗൈസ്. അത് ഭാവിയിൽ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു പ്ലാനുണ്ട്. നോക്കട്ടെ അത് ആളുകൾ എങ്ങനെ എടുക്കണം. ഇന്നത്തെ എഴുത്തുകാർ, വായനക്കാർ, വായനാ ലോകം, എഴുത്തുകാർ, നിരൂപകർ, സ്കോളേഴ്സൊക്കെ ഇതിലെന്തെങ്കിലും പണിയെടുക്കണമെന്ന് നോട്ടെ. ഞാനൊരു 8 വർഷം മുമ്പ് ഒരു ബുക്ക് എഴുതിയിട്ട് എനിക്കറിയില്ല, അത് ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല തോന്നുന്നു. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ റെസ്പോൺസുകൾ ചില ആളുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിവിടെ അങ്ങനെ പറഞ്ഞു തരില്ല, മറ്റാൾ എന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അല്പത്തരായിരിക്കും. എന്നാലും എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. അതായത് അത് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലെത്തുമ്പോൾ അവർക്ക് അതിൻ്റെ സ്കോപ്പ് മനസ്സിലാവുന്നുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള എഴുത്തുകളാണ്, വേറൊരു ടൂൾ വെച്ചിട്ടാണ് മെഷീൻ്റെ എഴുത്തുകളെ നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ എന്നുള്ള റെസ്പോൺസൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്കോപ്പ്, മനസ്സിലാവുന്നുണ്ട്. വേറെ ടൂള്, അതായത് വേറെ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് വെച്ചിട്ടാണ് ഇതിനെ
കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊരു സംഗതി. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ കവിതകളുടെ ഗുണം, ക്വാളിറ്റി, യുണീക്ക്നെസ്, ഫ്രഷ്നെസ് എന്ന് ഞാൻ കരുതുന്ന കേസ്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരണത്, എനിക്കിതിങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ, എൻ്റെ എഴുത്തുകൾ എവിടെ അറിയപ്പെടാണ്ട്, എവിടെ അംഗീകരിക്കപ്പെടാണ്ട്, വായിക്കപ്പെടാണ്ട് പോകരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഞാൻ കുറേ കാലം കഷ്ടപ്പെട്ടാണ്, എൻ്റെ ലൈഫ് പോലെ തന്നെ ഇത് എവിടെ എത്താണ്ട് പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തുടക്കമാണ്. ഞാൻ ഇത് വെച്ചിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ലൈഫിനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണ ഒരു ഡെസിഷനാണ് ഞാൻ ഈ ബുക്ക് ഇറക്കാമെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് പേര് നമ്മളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, ഇതുവരെ ചെയ്തിട്ടുമുണ്ട്. ഞാനും ഭയങ്കര ഇമോഷണലായിട്ട് പോയിട്ടുണ്ട്, ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇമോഷണലാണ്. കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നൊക്കെ മുന്നേറി വരാനുള്ള ഒരു സംഗതിയാണ് എൻ്റെ ബുക്ക് എന്ന് പറയുന്നത്, എൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. എനിക്കൊരു എൻട്രപ്രനറായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻട്രപ്രനർ, വ്ളോഗർ, റൈറ്റർ, അതേപോലെ ഒരു സ്കോളർലി ഫീൽഡിലൊക്കെ വരണം. കുറേ കാലമായി PhD ചെയ്യണം എന്നൊക്കെ വിചാരിക്കണം. പക്ഷേ എനിക്കൊരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ കീഴിൽ കുറേ കാലം PhD ചെയ്യാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു PhDയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. എന്താവോ എനിക്ക്, അതായത് ഒരാളിത് ഒരു ഫ്രീഡം വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തോന്നുന്നു. ഒരുപക്ഷെ ഞാൻ ഫ്രീഡം ഇല്ലാത്തൊരു അങ്ങനെ ഒരു ഇതിൽ കുറേ ജീവിച്ചുകൊണ്ടായിരിക്കും തോന്നുന്നു. എനിക്ക് ഒരാൾ ഇതിൻ്റെ ഫ്രീഡം ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് ഭയങ്കര വിഷയമാണ്. ഒരാളുടെ കീഴിൽ നിൽക്കുമ്പോൾ, ഫ്രീഡം കിട്ടാണ്ടിരിക്കുമ്പോൾ, അതേപോലെ ഭയങ്കര മുൻവിധികളോടുകൂടി ആളുകൾ എന്നെ സമീപിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നം. അപ്പോൾ എനിക്ക് ആ സ്ഥലത്ത് തന്നെ മാറിപ്പോകാൻ തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു സംഭവമുള്ള എൻ്റെ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള, ഇന്നൊരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കുള്ള ഒരു ഗ്ലോബൽ പൊസിഷനിങ് ആണ് എൻ്റെ. എന്നെ അറിയണമെങ്കിൽ എൻ്റെ കവിതകൾ, എൻ്റെ എഴുത്തുകൾ വായിക്കുക എന്നുള്ളൊരു സംഗതി ഇവിടെയുണ്ട് ഗൈസ്. അപ്പോൾ ഇത് തികച്ചും വ്യത്യസ്തമായൊരു വായനാനുഭവമായിരിക്കും എൻ്റെ ബുക്ക്. താല്പര്യമുള്ളവരൊക്കെ സാഹിത്യ അക്കാദമിക്ക് വരിക, അവിടെ വരുന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ എന്നെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ബുക്കൊക്കെ വാങ്ങുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വായിച്ച അഭിപ്രായം പറയുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ബുക്ക് വാങ്ങിക്കുക ഗൈസ്. പിന്നെന്താ പറഞ്ഞു തരണത്, പിന്നെന്താ, അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടുവരും. എന്തായാലും സാഹിത്യ അക്കാദമിയിൽ കണ്ടുവരിക്കും. ബാക്കി എന്താ അതിൻ്റെ അവസ്ഥ അറിയില്ല. അത്രയുള്ളൂ ഗൈസ്.